നമസ്കാരം. നമ്മുടെ സ്വപ്ന ഭവനങ്ങളും വീടുകളും അല്ലെങ്കിൽ നമ്മളൊരു ഷോപ്പും ഓഫീസും ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ പ്ലാനിങ്ങിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ. അതിൻ്റെ ഇൻറ്റീരിയൽ വർക്കുകൾ മനോഹരമായിരിക്കുവാൻ ഏറെ പ്രശസ്തമായ ആളുകളെ നമ്മൾ സമീപിക്കാറുണ്ട്. അത്തരത്തിൽ ഈ ഏതാണ്ട് 28 വർഷം സേവന പാരമ്പര്യമുള്ള ഇൻറ്റീരിയർ ഡിസൈനിങ് രംഗത്ത് തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സ്ഥാപനത്തെയാണ് ലൈവ് ടിവിയുടെ കേരള ഗൈഡ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കോട്ടയം ജില്ലയിലെ വേദഗിരിയിലുള്ള വയലങ്കണ്ണി ഇൻറ്റീരിയേഴ്സ് ഏറെ പ്രശസ്തമായൊരു സ്ഥാപനമാണ്. അപ്പോൾ അതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ? കമാൺ. വയലങ്കണ്ണി ഇൻറ്റീരിയേഴ്സിൻ്റെ ബഹുമാന്യനായ MD ഓസ്റ്റിൻ എം ജോസഫ് സാറാണ് എന്നോടൊപ്പം ഉള്ളത്. ഞാൻ ഈ പ്രോഗ്രാമിൽ ഒരു 10 മിനിറ്റ് മുമ്പ് അദ്ദേഹത്തോട് സംസാരിക്കുകയായിരുന്നു ഫ്രീ ആയിട്ട്. അദ്ദേഹത്തിൻ്റെ ആ സിംപിളിസിറ്റി, ആ ഒരു മൈൻഡ്, അതാണ് ഇൻറ്റീരിയർ ഡിസൈനിങ് രംഗത്ത് ഇത്രയും പ്രശസ്തമായ ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ഞാൻ വെറുതെ പരസ്യമായി പറഞ്ഞതല്ല, ആ ഒരു സിംപിളിസിറ്റി ഉള്ള ആ ഒരു മനുഷ്യനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു. ശരിക്കും ഞാനൊരു സിവിൽ പഠിച്ച ആളാണ്, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഒരു ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് മനോഹരമാണ്, പക്ഷേ അതിലും മനോഹാരിത അതിലെ ഇൻറ്റീരിയൽ വർക്കുകളല്ലേ? അപ്പോൾ ശരിക്കും ഇൻറ്റീരിയൽ വർക്കുകളുടെ ഒരു പ്രസക്തി എന്താണ്? ഒരു വീട് നമ്മൾ വീട് ഓഫീസാ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഇൻറ്റീരിയർ പ്ലാൻ ഉണ്ടാക്കിയ ശേഷം നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനറെ വിട്ട് അത് ആവശ്യത്തിനുള്ള എന്തൊക്കെ വീട്ടുകാരുടെ ആവശ്യം അനുസരിച്ച് ഡിസൈൻ ചെയ്ത ശേഷം വീട് മറ്റ് പണി തുടങ്ങുവാണെങ്കിൽ അനാവശ്യമായ പല ചിലവുകൾ ഒഴിവാക്കാൻ പറ്റും. പിന്നെ അവരുടെ പോക്കറ്റ്, അത് എത്ര വലുപ്പത്തിൽ എന്തോ ഏതൊക്കെ രീതിയിൽ മെറ്റീരിയൽ ഉപയോഗിച്ച് വേണം ചെയ്യാൻ പറ്റുമെന്നൊരു ഐഡിയയും കിട്ടും. കാരണം വീടിൻ്റെ എല്ലാ ഇപ്പം കാണുന്ന എല്ലാവരും ഭയങ്കര രീതി പണിത് വരുമ്പോഴേക്കും വലിയ തുക വരുന്നുണ്ട് ഇൻറ്റീരിയറിന്. അപ്പോൾ ഞങ്ങളിവിടെ കമ്പനിയിൽ ഏത് എമൗണ്ടിലുള്ള ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലും പണിതില്ല. പാർട്ടിക്കിൾ ബോർഡ് ഉണ്ട്, MDF ഉണ്ട്, മൾട്ടിവുഡ് ഉണ്ട്, പ്ലൈവുഡ് ഉണ്ട്. ഈ 4 മെറ്റീരിയലും എടുത്ത് പണിയുന്നുണ്ട്. തടി വർക്കും ഉണ്ട്. തടി വർഷം ഞങ്ങൾ കുറച്ചാണ് ഉപയോഗിക്കുന്നുള്ളൂ, കാരണം അത് സമയത്ത് തീരത്തില്ല. കോസ്റ്റ്ലി അല്ല. എല്ലാവർക്കും ഇന്ന് തന്നിട്ട് നാളെ സാധനം വേണം, പെട്ടെന്ന് സാധനം കിട്ടണം. ആർക്കും ക്ഷമയില്ല. തടി എടുക്കുമ്പോൾ അത് ശരിക്കും അത് സീസണിങ് അല്ലെങ്കിൽ അത് പൂപ്പൽ. പ്രധാനമായിട്ടും തടി ഉപയോഗിക്കരുതെന്ന് പറയാൻ കാരണം വെച്ചാൽ എല്ലാവരും ചതിലൊന്നും അല്ല. പ്രധാനമായിട്ട് ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാവരും ജോലി കഴിഞ്ഞിട്ട് വിദേശീയരാണ്, അവർ അടച്ചിട്ട് വെച്ച് പോകും. അടച്ച് പൂട്ടിട്ട് വെച്ചാൽ വായു കയറിയില്ലെങ്കിൽ ഇത് പൂപ്പൽ കയറും. സീസണിങ് കറക്റ്റ് ആകത്തോണ്ട് സീസണിങ് അത് എന്നാലും എന്നാണേലും ഒരു 3-4 മാസമൊക്കെ എടുത്ത് നന്നായിട്ട് ഇതിനകത്ത് വെള്ളം വരിഞ്ഞില്ലെങ്കിൽ ഈ പ്രശ്നം വരും. നമ്മൾ വീട്ടിൽ ലെതറായിട്ട് മെറ്റീരിയൽ വെക്കുന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും പൂപ്പൽ വന്ന് അത് മൊത്തം. അതുകൊണ്ട് തടിയുടെ ഷട്ടേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഷട്ടേഴ്സ് മാത്രമേ ഉപയോഗിക്കും. പിന്നെ ബാക്കിയുള്ളത് ഇന്നിപ്പോൾ മാർക്കറ്റിൽ ഞങ്ങളിവിടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 28 വർഷത്തോളമായി. എനിക്ക് അറിയാവുന്നത് ഏറ്റവും നല്ല മെറ്റീരിയലാണ്, അത് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമുക്ക് 100 ലാഭം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇത്രയും വർഷത്തിന് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾ പണിത ഇപ്പം മെഡിക്കൽ സെൻ്റർ ഉണ്ട്, ചെത്തിപ്പുഴ ഹോസ്പിറ്റലുണ്ട്, ബ്രില്യൻ്റ് ഉണ്ട്, മെഡിസിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ ആശുപത്രികളുണ്ട്. പിന്നെ ഇവിടെയുള്ള ഒരുപാട് എല്ലാ സ്കൂളുകളിലെ ലാബ്, സ്കൂളുണ്ട്, കമ്പ്യൂട്ടർ ലാബുകൾ ഞങ്ങൾ ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും റിപ്പീറ്റ് ചെയ്യാൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം എപ്പോഴും വിളിക്കാം. കാരണം ഞങ്ങൾക്ക് ആ ചെയ്യുന്ന ജോലിയെ പറ്റി ഞങ്ങൾക്ക് അറിയാം. ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്നാ വെച്ചാൽ എടുത്തെടുത്ത് പറയുന്ന കാരണം വെച്ചാൽ ഒരു സാധനം തന്നെ ഇപ്പം മൾട്ടിവുഡ് തന്നെ 4000 രൂപയ്ക്കും 3500 രൂപയ്ക്കും കിട്ടും. പക്ഷെ നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല ഏതാണോ ആ ക്വാളിറ്റി ഉള്ള, അല്ലാത്ത ഇവിടുന്ന് ഇറക്കിയില്ല. ശരി, എനിക്ക് വിശ്വാസം ഇല്ലാത്തൊരു സാധനം ഇവിടുന്ന് ഇറക്കി കൊടുക്കത്തുമില്ല, ഉണ്ടാക്കി കൊടുക്കത്തുമില്ല. വിശ്വാസത്തെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് അയാളെ പറ്റിക്കണ്ട. കാരണം എടുക്കുന്ന ഒരാൾക്ക് എപ്പോഴും ചിന്തിക്കുന്ന നല്ല സാധനം വേണം. നല്ല സാധനം വേണമെന്ന് പറഞ്ഞാൽ നല്ല സാധനം തന്നെ മേടിച്ചു കൊടുത്തേക്കുക. അല്ലെങ്കിൽ കുറഞ്ഞ സാധനം പാർട്ടിക്കിൾ ബോർഡിൻ്റെ മെറ്റീരിയൽ ഉണ്ട്. പാർട്ടിക്കിൾ ബോർഡിന് ഉപയോഗിക്കുന്ന ഹാർഡ്വെയർസ് അതിൻ്റെ ആ ഗ്രേഡിനുള്ള സാധനം ഹാർഡ്വെയർസ് തന്നെ അതിലും ഉള്ളത് നല്ലത്. ക്ലയന്റുകളൊക്കെ നമ്മളിങ്ങനെ ആവശ്യപ്പെടാറുണ്ടോ ഇന്ന ഡിസൈൻ വേണമെന്ന് പറയണം? അപ്പോൾ സാർ അതനുസരിച്ചാണോ ചെയ്യുന്നത്? കസ്റ്റമൈസ് ഡിസൈനാണ് മൊത്തം. ആണല്ലേ? ഞങ്ങൾക്ക് പിന്നെ വേറെ ട്രെൻഡ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പ്രയർ സ്റ്റാൻഡ്, പ്രാർത്ഥനാ സ്റ്റാൻഡുകൾ ക്രിസ്ത്യൻസിന് പ്രത്യേകിച്ച് അതൊരു
14 വർഷം മുന്നേ ഞാനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ആദ്യം ട്രെൻഡ് ഇറക്കിയത്. അത് ശരി, അതെക്കുറിച്ച് പറ. അല്ലല്ല, ഇവിടെ പ്രാർത്ഥന വെച്ചാൽ ഒരു വീട് എല്ലാവരും വെക്കും, അവസാനം ആകാശത്ത് കൊണ്ട് ഒരു ഈശോയെ കൊണ്ട് വെക്കും. അത് ശരി, ഞങ്ങള് ഏറ്റവും എല്ലാവരും അടുത്ത് നോക്കണം. അതൊരു വീടെല്ലാം ഭയങ്കര രസമായിരിക്കും. എത്ര ലക്ഷം 50 ലക്ഷം രൂപ വില വെച്ചാലും അതെ, സാധാരണ ആൾക്കാർ പൂജാമുറിയൊക്കെ വെക്കുമ്പോൾ ഏതെങ്കിലും സൈഡിൽ കൊണ്ടുപോയി അതിനൊരു പ്രസക്തി ഇല്ല. ഈശോയ്ക്ക് ദൈവത്തിന് ഒരു സ്ഥാനം കൊടുക്കാൻ വേണ്ടിയിട്ട് മുറി പണിയുന്നില്ല. അപ്പോൾ ഒരു സ്റ്റാൻഡ് വേണം എന്നുള്ള ഒരു കൺസെപ്റ്റ് 15 അപ്പൊ അതിനുശേഷം എനിക്കൊരു പ്രാർത്ഥിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പ്രാർത്ഥനാ സ്റ്റാൻഡുകൾ ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ പ്രാർത്ഥനാ സ്റ്റാൻഡിന് ഡിമാൻഡുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒത്തിരി സ്ഥലത്ത് ഇപ്പോൾ അത് കോപ്പിയായി എന്നെ കടകളിൽ വരുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം മറ്റുള്ളവർക്കും ചെയ്യാൻ തോന്നിയില്ല ആ സാധനം. അത് വെച്ച് എൻ്റെ തന്നെ എടുക്കണമെന്ന് ഒരു ആഗ്രഹവും ഇല്ല. ഒരുത്തൻ മേടിക്കാൻ പോകുന്ന വീട്ടിൽ ആ സാധനം കൊണ്ട് വെക്കുമല്ലോ. അങ്ങനെയാണ്. പക്ഷെ അതിനകത്ത് ഞാൻ ചെയ്ത ഒരു ട്രെൻഡ് അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്നൊരു നമ്മൾ ചെയ്തൊരു സംഭവം കൊണ്ട് നമുക്ക് തന്നെ വേണമെന്നില്ലല്ലോ. പക്ഷെ പല സ്ഥലത്തും ഈ ഞങ്ങളെ കഴിഞ്ഞ് വില കുറച്ച് കൊടുക്കുന്നുണ്ട് ചില സാധനങ്ങൾ. അപ്പൊ അതിനകത്ത് നമുക്ക് മെറ്റീരിയൽ വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവിടുന്ന് ആ സാധനം കിട്ടത്തില്ല. ഞങ്ങൾ ഉപയോഗിക്കുന്ന ലൈറ്റ് ആണെങ്കിൽ 2 വർഷം ഗ്യാരണ്ടി ഉള്ളതാണ്, ലൂക്കറിൻ്റെ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ കുറഞ്ഞ സാധനം എടുത്ത് ഇവിടുന്ന് പണിയുന്നില്ല ഒരു സാധനം. എന്ന് വെച്ചാൽ മറ്റുള്ളവരായിട്ട് 5% പോലെ ഡിഫറൻസ് കാണും, റേറ്റ് വ്യത്യാസം കാണത്തില്ല. അപ്പോൾ അവരുടെ സാധനം മലയാളികൾ ഒരു പൊതു സ്വഭാവം റേറ്റ് കുറവ് എവിടെയാണോ അതിൻ്റെ ക്വാളിറ്റി നോക്കുകയല്ല. നമുക്ക് പിന്നെ ഒരു വിളിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഉടനെ ഞങ്ങൾ ചെല്ലുന്നില്ലെങ്കിലും ആ സർവീസ് പക്ക അവിടെ ചെല്ലും. ഞങ്ങൾ ചെയ്ത സാധനത്ത് എന്ത് കുറ്റം ഉണ്ടെന്നാലും മാറിനാണെങ്കിൽ മൊത്തം മാറ്റിയും കൊടുക്കും. ഞാൻ ഒരുപാട് മെഷീനറി കേൾക്കണല്ലോ, അത് എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്? ആ മെഷീനറി ഇല്ലെങ്കിൽ ഇന്ന് ഇങ്ങനത്തെ ഏറ്റവും ഇതായിട്ടുള്ള സംഭവം ചെയ്യാൻ പറ്റത്തില്ല. സാധാ മാനുവൽ അല്ല. ഇപ്പം ഇന്നും ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇന്നിപ്പോൾ മാർക്കറ്റിലുള്ള ഏറ്റവും നല്ല മെഷീനറികളുണ്ട്, ഉപയോഗിച്ചാണ് ഞങ്ങളോട് വർക്ക് ചെയ്യുന്നത്. അല്ല, ഞാൻ തുടക്കത്തിലെ പറഞ്ഞു നമ്മൾ ഓൺ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന മെറ്റീരിയലാന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ അല്ലല്ലേ? നമ്മൾ വിൽക്കുന്ന മെറ്റീരിയൽ വെച്ചാൽ ഞങ്ങൾ ഈ ലാമിനേഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അത് ശരി, മൈക്ക ലാമിനേഷൻ അത് മാത്രമേ ഇവിടെ പ്രസ് ചെയ്തെടുക്കുന്നല്ലാതെ ബാക്കിയെല്ലാം നമ്മൾ മെറ്റീരിയൽ എടുക്കണം. ശരി. അപ്പോൾ നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റ് മുതൽ എത്ര സ്ക്വയർ ഫീറ്റ് വരെയുള്ള വർക്കുകൾ ഇപ്പം ഏകദേശം സാർ ചെയ്തിട്ടുണ്ടാകും? ഇന്റീരിയർ വർക്ക് ഇപ്പോൾ ഒരു 1000 വീടൊന്നും അല്ല ചെയ്തേക്കുന്നത്. അത് ശരി, 28 വർഷമായല്ലേ? 28 വർഷമായല്ല, 22 വർഷത്തോളമായിട്ടാണ് വീടുകൾ ചെയ്യാൻ തുടങ്ങിയത്. 1000 അല്ല, അതുപോലെ ചെയ്യുന്നത്. അതിന് മേലെ. കാരണം വെച്ചാൽ ചെറുതും വലുതുമായിട്ടാണ് നമ്മളാരും പെട്ടെന്ന് വലുതായി വന്നവരല്ലല്ലോ. ചില ഒരു വീട്ടിൽ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ എനിക്ക് ലാസ്റ്റ് ഒരു വീട് വന്നിട്ട് എന്തെങ്കിലും പണി വേണ്ടത് ബാത്റൂമിൽ മിറർ വെക്കാൻ തന്നു. എന്തെങ്കിലും പണി വേണ്ടത് ഞാൻ അന്നേരം പറഞ്ഞത് അത് ഞാൻ എൻ്റെ വെറൈറ്റി ആക്കി വെച്ചു. എനിക്ക് വളരെ വിഷമം തോന്നി. അത് മാത്രമല്ല, അവസാനം പിന്നെ ആ വീട്ടിലെ മൊത്തം പണിയും ചെയ്യേണ്ട വന്നു. എന്നുവെച്ചാൽ നമ്മൾ അതിനകത്ത് അത് നമുക്ക് ഞാൻ ആദ്യം ചിന്തിച്ചത് അതെനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് എനിക്ക് ഉറപ്പുണ്ടല്ലോ. അതുകൊണ്ടല്ലോ എന്നെ വിളിച്ചത്. മിറർ വെക്കാൻ എനിക്ക് കഴിവുള്ളതുകൊണ്ട് എന്നെ വിളിച്ചു. ഞാനത് നന്നായിട്ട് അത് നന്നായിട്ട് ചെയ്യാം. സത്യം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെല്ലാം കണ്ടാ പോകണം. അല്ലാതെ എല്ലാ നിന്ദനങ്ങളും അപമാനങ്ങളും എല്ലാം കണ്ടുവരുള്ളൂ. അപ്പൊ എന്നെ ഒരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസാക്ഷി അനുസരിച്ച് ഞങ്ങൾ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ നോക്കും. ഇവിടെ കമ്പനി എല്ലാവരും പറയും അക്കൗണ്ട്സ് ചെയ്യുമ്പോഴും എത്ര രൂപ 1 രൂപ അറിയാതെ നമ്മുടെ അക്കൗണ്ട് ഇവിടെ വരാൻ പറ്റില്ല. എപ്പോൾ തെറ്റി അപ്പോഴേ അറിയിച്ചോളും. നമ്മൾ ഇതെപ്പോഴും തെറ്റുകൾ വരും. അറിയാതെ 1 രൂപ നമ്മുടെ പെട്ടി ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് എതിരായിട്ട് നിൽക്കുക. അല്ല, എന്നോട് ഇവിടുത്തെ കസ്റ്റമേഴ്സ് പറഞ്ഞറിയാമോ, ഇവിടുത്തെ നല്ല സ്കിൽഡ് ലേബേഴ്സ് അവര് ഇടുത്ത സംഭവമാണ്. ഹുസൈൻ സാറിനെ പോലെ തന്നെ കഴിവുള്ള ലേബേഴ്സ്, ആത്മാർത്ഥതയുള്ള 20 വർഷമായിട്ടുള്ളവർ എൻ്റെ കൂടെ ഉണ്ട്. അവർ പോകത്തിട്ടില്ല. ഞങ്ങളുടെ ഇവിടെ വരുന്ന ആൾക്കാർ തന്നെ ഒട്ടുമിക്കവരും കാറിന് വരുന്നവരാണ്. അത് ശരി. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് അവരുടെ കൊണ്ട് സ്ഥാപനം ആ രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് ഇവിടെ ഞങ്ങളുടെ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാതെ ഇങ്ങനെ പോകണമെന്നുള്ളത് വെച്ചാൽ അവർ വന്ന് ഞാനില്ലേലോ ഇന്നൊക്കെ ചെയ്യണം, അവർ തന്നെ ഉത്തരവാദിത്തമെല്ലാം ചെയ്തിട്ട് വരും. കാരണം എല്ലാവർക്കും അറിയാം. എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഇത് നിന്നാലേ ഉള്ളൂ അവർക്കും ഇത് വരുമാനം ഉണ്ടാവുള്ളൂ ഉറപ്പാണ്. കാരണം ഞങ്ങൾ കോവിഡ് കാലത്ത് പോലും ഈ സ്ഥാപനം അടയ്ക്കേണ്ട വന്നില്ല. ഹോസ്പിറ്റൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് SP ഓഫീസ് സ്പെഷ്യൽ പെർമിഷൻ അവർ തന്നു. അന്ന് SP ഓഫീസ് DSP ഓഫീസ് കോട്ടയത്തെ ഞാനാണ് ചെയ്തത്. അപ്പോൾ അന്നേരം ഉള്ള സാറുമാരും കൂടെ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞു നിങ്ങളുടെ ഈ വണ്ടി സ്ഥാപനത്തിന് അടയ്ക്കരുതെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വർക്കിംഗ് ആയിരുന്നു. അത് ശരി, വിത്ത് പെർമിഷൻ. അതായത് അനധികൃതമായിട്ടല്ല. അല്ല, ഞാൻ ചോദിച്ചു അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ പ്ലാൻ ഒക്കെ വരച്ച് ചെയ്യുന്നുണ്ടോ അതോ ഡിസൈനിങ് മാത്രമേ? ബിൽഡിങ്ങിന്റെ പ്ലാൻ വരയ്ക്കുന്നുണ്ട്. അതുകൾ കൂടുതൽ ചെയ്യുന്നത് റെനോവേഷൻ വർക്കുകളാണ്. മറ്റേ വർക്കുകൾ ഇവിടെ വരാറുണ്ട്. അത് ഞങ്ങൾ ഇങ്ങനെ ഇന്റീരിയർ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അപ്പോഴേക്കും അവിടെ പ്ലാൻ ഇപ്പം നിങ്ങൾ വരച്ചിട്ട് അതിന്റെ കറക്ഷൻ മുഴുവൻ ഇവിടുന്ന് കൊടുക്കും. 3D എടുത്തിട്ട് നമ്മൾ കൊടുക്കും. 3D എടുക്കുമ്പോഴേക്കും തന്നെ ആ വരച്ച ആൾക്കാർ എഞ്ചിനീയറിംഗ് സപ്പോർട്ട് ചെയ്യും. വീട്ടുകാർക്ക് എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നതിനെ പറ്റി ഒരു അറിവ് കിട്ടും.
അത് ചെറിയ കാര്യമല്ലല്ലോ. ഇത്രയും വർഷത്തെ സേവന പാരമ്പര്യം വെച്ച് ഞാൻ ചോദിക്കുകയാണ്, ഇത്രയും വർഷത്തെ ഇന്ത്യയിൽ രംഗത്തെ അറിവ് വെച്ച് ചോദിക്കുകയാണ്, ഒരു സാധാരണക്കാരന് ഒരു ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു, അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് സാർ ശ്രദ്ധിക്കേണ്ടത്? ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ്റെ ബഡ്ജറ്റ്, അവൻ്റെ ബഡ്ജറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു ട്രെൻഡ് ഇപ്പോൾ ഒരു 15,000 രൂപയുടെ മൊബൈൽ 3 വർഷം കഴിയുമ്പോൾ കളയുക. അതെ, ഓക്കെ, ട്രെൻഡ് മാറും. ഒരു 5 വർഷം 10 വർഷം കഴിയുമ്പോൾ ഒരു കാറ്, അത് കഴിയുമ്പോൾ 10 വർഷം കഴിയുമ്പോഴേക്ക് പിന്നെ അടുത്ത മേടിച്ചില്ല എന്ന് എല്ലാവരും ചോദിച്ചിരിക്കും മസ്റ്റായിട്ടും, അല്ലേ? അതെ അതെ. പിന്നെ വീട്ടിൽ വെക്കുന്ന ഒരു ചെറിയ സാധനം മാത്രം അവൻ്റെ അടുത്ത തലമുറ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചെയ്യാതിരിക്കാൻ നല്ലത്. അതായത് നമ്മളൊരു 35 വർഷം കഴിഞ്ഞ് വീട് ഇടിച്ച് കളയുക. അതെ, അത്രേ ഉള്ളൂ. 35 വർഷം കഴിയുമ്പോൾ ആ വീട് കളയുക. ലൈഫ് ലോങ് ഒന്നും അല്ല ഇപ്പോൾ. അല്ലല്ല, എല്ലാവരും കളയുക. 35 വർഷം കഴിയുമ്പോഴേക്കും അത് കളയും. ഞാൻ ആ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി മൊത്തം കളയുമല്ല, കുറച്ച് ഇടിച്ച് പൊട്ടിച്ച് അപ്പുറത്ത് മാറ്റി ഇപ്പുറത്ത് മാറ്റി, ഇന്ന് എല്ലാ വീട്ടിലും നടക്കുന്ന പോലെ. അപ്പോൾ നമ്മളൊരു ഫർണിച്ചർ പൈസ ഇല്ലെങ്കിൽ പാർട്ടിക്കിൾ ബോർഡ് കൊണ്ട് തന്നെ പണിതിട്ട് അവൻ്റെ ഒരു ബജറ്റിന് അവന് അത്യാവശ്യം വലിയ സ്റ്റോറേജ് കിട്ടിയ കബോർഡ് എല്ലാം കിട്ടിയ, അത് നല്ല പാർട്ടിക്കിൾ ബോർഡ് ഉണ്ട്, അത് നല്ല മെറ്റീരിയൽ, അതിൻ്റെ നല്ല മെറ്റീരിയൽ എടുത്തിട്ട് ക്വാളിറ്റി നോക്കുക, അല്ലേ? ക്വാളിറ്റി അത് മാർക്കറ്റിൽ കടകളിൽ കൊടുക്കുന്നതിനകത്ത് ഈ കോമ്പറ്റീഷൻ കാരണം ഏറ്റവും കുറഞ്ഞതും എന്നൊക്കെ വൃത്തിയോട് കാണിക്കാവുന്ന, മീൻസ് ഞാൻ പറയാം 35 രൂപയുടെ ലോക്കായിരിക്കും മിക്കടുത്ത് വെക്കുന്നത്. ഞങ്ങൾ വെക്കുന്ന ലോക്കല്ല 150-ൻ്റെ. അത് 35 രൂപയുടെ ലോക്കിന് 35 രൂപയുടെ ക്വാളിറ്റി അത് കുറച്ച് പോകും, തുരുമ്പെടുക്കും. നമ്മളെ ബോണസ് എന്ന് പറഞ്ഞ കമ്പിയാണ് ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിന് കുറ്റം വരത്തില്ല. അതിപ്പോൾ ഒരു ഓഫീസ് ടേബിൾ ആണെങ്കിലും ഒരു ദിവസം എത്ര പ്രാവശ്യം തുറക്കും അടയ്ക്കുകയും ചെയ്യും. അപ്പം ഞങ്ങൾ വുഡ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് എടുക്കുന്നത്, സ്ലൈഡർ വരെ. അതിൻ്റെ അവർ പറഞ്ഞ 50,000 പ്രാവശ്യം വലിക്കുക, ഹെറ്റിച്ച് 1 ലക്ഷം ടൈമാണ് പറഞ്ഞത്. ഒന്നിച്ച് പോകണം, 50,000 പോകുമെന്നുള്ളതല്ല, അത് വെച്ചാൽ അത് നല്ലതാണ്. അതിൻ്റെ കുറഞ്ഞ ക്വാളിറ്റി വെക്കുമ്പം അതിൻ്റെ കംപ്ലയിൻസുകൾ റിപ്പീറ്റ് ആയിരിക്കും. ശരി. നമ്മൾ കേരളത്തിൽ ഇപ്പോൾ എവിടെയൊക്കെയാണ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്? നമ്മൾ ഇത് 8 ജില്ലയിലായിട്ട് എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇതാണ് ഞങ്ങൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി. എന്നാൽ കേരളത്തിന് പുറത്തും ഒരു 4-5 പ്രോജക്റ്റ് ചെയ്തതാണ്. ശരി. പിന്നെ അങ്ങോട്ടുള്ള യാത്ര ഇവിടുത്തെ കാര്യം മടുപ്പായതുകൊണ്ട് ഇത് ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ കൂടുതൽ, പിന്നെ ഒരു ഏകദേശം 110ഓളം ഷോപ്പിൽ സപ്ലൈ ഉണ്ട്. ശരി. താങ്കളുടെ സേവനം ആവശ്യമുള്ളവർ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? കോൺടാക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ നമ്പറുണ്ട്, നമ്പറിൽ വിളിക്കുക. ഇപ്പോൾ വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിനകത്ത് ഇപ്പോൾ ഞങ്ങളുടെ എല്ലാ നമ്പേഴ്സ്, എല്ലാ വർക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ശരി. പിന്നെ ഏറ്റവും ഇതായിട്ട് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ വരയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് എത്ര പ്രാവശ്യം മോഡിഫൈ ചെയ്യണം അത്ര പ്രാവശ്യം വരച്ച് അയാൾ ആ ഡിസൈൻ ഇഷ്ടപ്പെട്ട ഒരു ക്ഷമ താങ്കളിൽ ഞാൻ കാണുന്നുണ്ട്. അല്ല, അത്രയും വരച്ച ശേഷം പണിതാൽ മതി. കാരണം ഞാൻ അതല്ലാണ്ട് പറഞ്ഞൊരു കാര്യമാണ്, പണിതിട്ട് പൊട്ടിക്കുന്നതിലും ഭേദം നിങ്ങൾ ആദ്യം പ്ലാൻ നോക്കുക. 3D അല്ലേ തരുന്നത്, എന്നിട്ട് കണ്ടിട്ട് അത് പൊട്ടിച്ച് കളയാം. അതാണെങ്കിൽ വീട് നിർമ്മിച്ച് വെച്ചേക്കുന്ന പോലെ അവർക്ക് കാണാൻ പറ്റുമല്ലോ. കാണാൻ പറ്റും. കണ്ടിട്ട് നമ്മൾ ചെയ്യുമ്പോഴേക്കും പിന്നെ മാറ്റം വരുത്തി പിന്നെ പണിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഈ ഓഫീസിന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? ഇത് വേദഗിരി, പ്രോപ്പർ വേദഗിരിയിലാണ്. അപ്പോൾ എന്തായാലും ഇന്റീരിയൽ രംഗത്ത് തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന കോസ്റ്റിൻ സാറിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒരുപാട് എനിക്ക് ചോദിക്കണമെന്നുണ്ട്, സമയപരിമിതി മൂലം നിർത്തുകയാണ്. താങ്കൾക്ക് പ്രത്യേക നന്ദി. അപ്പം ഇന്റീരിയൽ ഡിസൈനിങ് രംഗത്ത് ഏറെ പ്രശസ്തമായ ഈ സ്ഥാപനത്തിൻ്റെ സേവനം ആവശ്യമുള്ളവർ ഈ സിംപ്ലിസിറ്റിയുള്ള മനുഷ്യൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീണ്ടും കാണാം. ക്യാമറാമാൻ റിജോയ് പറവൂരിനൊപ്പം സൈനിങ് ഓഫ്. ഷിയാദ് ചങ്ങനാശ്ശേരി.